കാശുണ്ടാക്കുന്ന ആ പാഷൻ ഉണ്ടല്ലോ, ബിസിനസ് അല്ല പാഷൻ, പണമായിരിക്കണം പാഷൻ. ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മുടെ പവർ ഇങ്ങനെ കൂടും. പൈസയുള്ള ബിസിനസ്സുകാരൻ ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ വരികയാണ്, കാശ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുൾ ഓപ്ഷൻ വേണം, അങ്ങനല്ലേ പറയുന്നത്? കാശില്ലാത്തത് കൊണ്ടല്ലേ അതൊന്ന് കുറച്ച് എത്ര കുറയും എന്ന് ചോദിച്ചു. കാശുള്ളവനെ കണ്ടാൽ അറിയാൻ പറ്റുമല്ലേ അവിടെ പവർ എന്താ? പവർ ഈസ് മണി. മണി ഈസ് ദ ഓൺലി കിങ്. കസ്റ്റമർ അല്ല, ഇൻകം ഈസ് ദ കിങ്. ക്യാഷ് ഈസ് ദ കിങ് ഇൻ ലൈഫ് ആൻഡ് ഇൻ ബിസിനസ്. കസ്റ്റമറെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു, നിങ്ങളുടെ ഈ കാശില്ലെങ്കിൽ ഇവനുണ്ടോ? എന്താ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻകാരുടെയൊക്കെ പ്രശ്നം? ക്യാഷ് കിട്ടുന്നു, പ്രോഫിറ്റ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ പെട്ടിയിലില്ല. ബുക്കിലുണ്ട്, കണക്കിലുണ്ട്, പെട്ടിയിലില്ല. എവിടെ പോയെന്ന് അറിയത്തില്ല. സമയമായി കേട്ടോ മാറി ചിന്തിക്കാൻ. നമസ്കാരം. ഈ വീഡിയോ കണ്ടില്ലേ? ഇയാളെ കുറിച്ച് 2 വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നീടൊന്നും ചെയ്തില്ല. കാര്യം ഇയാൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഞാൻ ചില കാണാറുണ്ട് യൂട്യൂബിൽ, ഷോർട്സ് ഒക്കെ വരുമ്പോൾ. അപ്പം എല്ലാം ഒന്നിലൊന്ന് ബെറ്റർ വിടുപോഴത്തരങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാലും അതും ഒരു വളമാണല്ലോ. ഇതൊരു ഞാൻ നേരത്തെ ചെയ്ത 2 വീഡിയോകൾ സൂചിപ്പിച്ചായിരുന്നു. ഇത് വേറൊന്നുമല്ല, ഇത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ട് അതിൻ്റെ റവന്യൂ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഒരു ക്ലിക്ക് ബൈറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാർ ക്ഷുഭിതരായി എന്തെങ്കിലുമൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻ്റ് ഇടുകയോ അങ്ങനെ ലോകത്തും കയറി പോവുകയോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പൊറാട്ട് നാടകമാണിത്. പക്ഷെ ഇതിൽ ചെന്ന് കുത്തിയിരുന്ന് കൊടുക്കുന്നവർ സമ്മതിക്കണം. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന്. ഇപ്പൊ കഴിഞ്ഞ ഇടക്ക് വേറെ ഏതോ കമ്പനിയോ വേറെ അവിടെ ട്രെയിനിങ്ങിന് എങ്ങാണ്ട് ഇയാളെ ബുക്ക് ചെയ്തിട്ട് ഇയാൾ അവിടെ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഇയാളെ വീഡിയോയിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളോ ഭയങ്കര എന്താ പറയുക, നക്സലൈറ്റുകാരെ പോലെയാണ് സംസാരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, പുള്ളിയുടെ സ്റ്റൈല്. പക്ഷെ പുള്ളി അടക്കം മുറിക്ക് ഇങ്ങനെ ആപാസത്തരങ്ങൾ ചില വാക്കുകളൊക്കെ പറയുന്നതുകൊണ്ടിട്ട് സ്ത്രീകളൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും ഇയാൾ അവിടെ ചെന്ന് തെണ്ടിയെന്ന് കണ്ട് വിളിച്ച ആൾക്കാരാ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ പ്രതികരിച്ച്, അവിടെ ഇരുന്ന ഒരാൾ, ഞങ്ങൾ ഇത്ര കാശ് മുടക്കി ഇവിടെ വന്ന് തൻ്റെ വയറ് തെണ്ടിയെന്ന് കേൾക്കാനല്ല വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയ വിഷയമായി സംഭവം. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ യൂട്യൂബേഴ്സൊക്കെ ഇട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഞാൻ കുറച്ചൊക്കെ കണ്ട്, ഞാൻ എല്ലാം ഒന്നും കണ്ടില്ല. അപ്പോൾ അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ട്. ഇയാൾ പ്രത്യേകിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്ത് തെണ്ടിയെന്ന് വിളിച്ചതല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വേറെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ലായിരുന്നു. പക്ഷേ പുള്ളിയുടെ വായിരിക്കണേനാണ് വിളിക്കുക കേട്ടത്. ഇപ്പം എന്തെങ്കിലും ആട്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇതിനകത്ത് ഇപ്പം ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യം, ഇതിനകത്ത് പുള്ളി തലക്കെട്ടായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മാറി ചിന്തിക്കാൻ സമയമായെന്നാണ്. എന്നിട്ട് പുള്ളി പറയുന്നത് കാശിൻ്റെ പുറകെ വെറി പിടിച്ച് ഓടണമെന്നും പിഴിയണം, ആൾക്കാരെ പിഴിയണമെന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നിന്ന് മാറി ചിന്തിക്കാനാണ് കസ്റ്റമറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. ആരാണ് കസ്റ്റമറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണത്? അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. കസ്റ്റമറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ സംഭവമൊന്നുമില്ല. ചെയ്യുന്ന ജോലികളിൽ ആത്മാർത്ഥത പുലർത്തണം, ക്വാളിറ്റി പുലർത്തണം. ആ ആത്മാർത്ഥതയും ക്വാളിറ്റിയും അതിൽ പുലർത്തണമെങ്കിൽ അതിനൊരു വ്യക്തിക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ സംഭവം. അതെന്ത് ചെയ്താലും നിങ്ങൾ ആ പാഷൻ ഉണർത്തിയെടുക്കാൻ നോക്കുക. നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്ത ജോലി ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ആ പാഷൻ ഉണ്ടായിരിക്കുക, ആ പാഷൻ ഉണർത്തിയെടുക്കുക. ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാനും ഡിസിഷൻ എടുക്കാനും പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്നത് കാശുള്ള ബിസിനസ്മാൻ എപ്പോഴും ഗുഡ് ഡിസിഷൻസ് എടുക്കുമെന്ന്. കാരണം അത് അയാളുടെ കയ്യിൽ അതിൻ്റെ അബണ്ടൻസ് ഉണ്ടെന്ന്. ഇനി അബണ്ടൻസ് ഇല്ലെങ്കിലും ആ പാഷൻ ഉണ്ടെങ്കിലും അവനെ ആ പാഷൻ ഒരു ഗുഡ് ഡിസിഷനിലേക്ക് എത്തിക്കും, അതിന് പറ്റിയ സ്ഥലത്തേക്ക് പാഷൻ എത്തിക്കും, നേരുന്നറിവും ഉണ്ടെങ്കിൽ. അപ്പോൾ മാറി ചിന്തിക്കാൻ സമയമായി. അത് ഇയാൾ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ എന്നിട്ട് പഴയ വീഞ്ഞെടുത്തിട്ട് പുതിയ കുപ്പിയിൽ അടിച്ചിറക്കരുത്, വീട്ടുപോഴത്തരം പറയരുത്. ഇത് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം, ഈ കമന്റിൽ ഒരുപാട് പേര് മുമ്പ് എൻ്റെ അപ്പം പറയുമായിരുന്നു, ഈ തലതിരിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ, അതുപോലെ തലതിരിഞ്ഞങ്ങൾ മാത്രമേ അത് കേൾക്കുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലൊരു സംഭവം എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ. കാര്യം അത് കേൾക്കാനും ആൾക്കാർ, അതിന് കമന്റ് ഇടാനും ആൾക്കാർ, എന്നിട്ട് ആൾക്കാർ വന്നു ശരിയാണ് പറഞ്ഞത്, ഇവിടെ ദൈവങ്ങൾക്ക് പോലും നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഭൂമിയിൽ. അപ്പൊ കാശിന് വിലയുണ്ട്, കാശിന് വിലയുണ്ട്. ദൈവങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കാശ് കൊടുക്കുന്നത്? നിങ്ങൾ പൊട്ടന്മാരായിട്ടല്ലേ. അപ്പൊ നിങ്ങളുടെ പൊട്ടത്തരത്തിന് നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ആൾക്കാരെ പിഴിഞ്ഞ് ഫണ്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പൊ ഉണ്ടാകാൻ പാടില്ല. അതൊരു നെഗറ്റീവ് പാരഡൈമാണ്. അങ്ങനെയാണ് ഭൂമിയിൽ ഭൂരിഭാഗം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും മാറി ചിന്തിക്കാൻ സമയമായി. ഈ ഇദ്ദേഹത്തിന്റെ വാക്കിനെ കടമെടുത്തു കഴിഞ്ഞാൽ മാറി ചിന്തിക്കുക. എങ്ങനെ മാറി ചിന്തിക്കുക? അവനവന്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യുക. അത് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവനവൻ ഇറക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും അതിൻ്റെ ക്വാളിറ്റി കാണും. കാര്യം ആ ഒരു പാഷൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് അതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക ആൾക്കാർ. ഇതിനൊക്കെ കമന്റ് ഇടുന്നത് ഇയാൾ കാണിക്കുന്ന പൊറാട്ട് നാടകമാണ്, ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. അത് ആൾക്കാർ മുമ്പിൽ പറഞ്ഞിട്ട് ആൾക്കാർ പൊട്ടന്മാരിങ്ങനെ കാണുന്നത്. നമ്മൾ സിനിമ കാണും, സീരിയൽ കാണും, ഈ WWE റെസ്ലിംഗ് ഒക്കെ കാണുമെന്ന് പറയില്ലേ, അത് കണ്ട് നമ്മൾ പോരുന്നെന്ന് പറഞ്ഞവർ അങ്ങനെ കാണാനുള്ള സംഭവമാണ് ഇത്. ആൾക്കാരതൊന്നും സ്വാംശീകരിക്കരുത്. ഈ അഡ്വൈസ് ഒന്നും എടുത്ത് ഉള്ളിലേക്ക് കിടക്കരുത്. ഇങ്ങനെ പറയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്
കാശുണ്ടാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാക്കാൻ പറ്റും ആ അഡ്വൈസാണ് പുള്ളി പറയുന്നത്. കാശിന്റെ പുറകെ കിടന്ന് ഓടേണ്ട അഡ്വൈസാണ് പറയുന്നത്. അതൊന്നും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാശ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ആദ്യം പഠിക്കാൻ നോക്കുക. അതിനാദ്യം ഒതന്റിക് ആയിട്ടും ക്വാളിറ്റി ആയിട്ടും നിൽക്കാൻ ശ്രമിക്കുക, പഠിക്കുക. അതാണ് ഈ വീഡിയോന്റെ മോട്ടീവ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വന്ന് തെറി വിളിക്കാനും നിൽക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 2 വീഡിയോയിലും വേറെ കുറെ ഇങ്ങനെ സപ്പോർട്ടേഴ്സൊക്കെ വന്ന് എന്തൊക്കെയോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നുമല്ല ഉദ്ദേശം. ഐഡിയ ഇതാണ് കൺവേ ചെയ്യാനുള്ളത്. മാറി ചിന്തിക്കണമെന്ന് പുള്ളി പറഞ്ഞത്. മാറി ചിന്തിക്കണം. അത് ഇയാൾ പറഞ്ഞ മാതിരിയല്ല, അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ.